ഇനി ഞാൻ എങ്ങനെയാണ് പഠിക്കേണ്ടത്, എങ്ങനെ പഠിച്ചാലാണ് എനിക്ക് നല്ല രീതിയിൽ മാർക്ക് കിട്ടുക എന്നുള്ള ആ ഒരു കൺഫ്യൂഷനിലായിരിക്കും മിക്ക കുട്ടികളും ഉണ്ടാവുക. ഭയങ്കര വിഷമം. ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ, മകളെ ക്രിസ്മസ് എക്സാമിന്റെ മാർക്ക് നിങ്ങളോട് ആരും ഇനി അങ്ങോട്ടുള്ള ജേർണിയിൽ നിങ്ങളോട് ചോദിക്കാൻ പോകുന്നില്ല. ഓണത്തിന്റെ മാർക്ക് നിങ്ങളോട് ആരും ചോദിക്കാൻ പോകുന്നില്ല. ഹലോ എക്സാമിലെ ഫാമിലി, മകളെ ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ള ഒരു ചെറിയ കാര്യം നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം എന്താണ് ഷിം സാറിന് ക്രിസ്മസ് എക്സാം കഴിഞ്ഞു മക്കളുടെ. അപ്പം ഇനിയിപ്പോൾ അവർക്ക് വലിയൊരു ടാസ്ക് ആണ് ഫ്രണ്ടിലുള്ളത്, മാർച്ചിലെ പബ്ലിക് എക്സാം. അതിന്റെ ഇടയ്ക്ക് മോഡൽ എക്സാമുള്ള SLC-കാരുണ്ടാവും. എന്താണ് അവരോട് നമ്മൾ പറയുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ. ഓൾറെഡി ഇപ്പൊ ഒരു വലിയൊരു ആശയക്കുഴപ്പത്തിലായിരിക്കും. അതായത് സെക്കൻഡ് ടൈം എക്സാം എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ എല്ലാ ക്ലാസ്സുകളിലും നന്നായിട്ട് തന്നെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ഇനി ഞാൻ എങ്ങനെയാണ് പഠിക്കേണ്ടത്, എങ്ങനെ പഠിച്ചാലാണ് എനിക്ക് നല്ല രീതിയിൽ മാർക്ക് കിട്ടുക എന്നുള്ള ആ ഒരു കൺഫ്യൂഷനിലായിരിക്കും മിക്ക കുട്ടികളും ഉണ്ടാവുക. നിങ്ങളുടെ അവസ്ഥ എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു പൊതുവെ കുട്ടികളുടെ റെസ്പോൺസ്? എനിക്ക് തോന്നുന്നു നമ്മൾ സ്കൂളിലേക്ക് പോകാറില്ലേ. ഇപ്പൊ സ്കൂളുകൾ പോകുമ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ സ്കൂളിൽ പോയിട്ടുണ്ടായി. അപ്പൊ അവിടെ PT മീറ്റിംഗ് നടക്കുകയാണ്. അപ്പൊ ഞാൻ എടുത്തോണ്ടിരുന്ന ക്ലാസ്സിന്റെ ഇടയിലും ഒരു മോളെ വിളിച്ചിട്ട് ഇങ്ങനെ മീറ്റിങ്ങിന് പോയി. അപ്പൊ തിരിച്ച് ആള് സന്തോഷത്തോടെയാണ് പോണത്. തിരിച്ചു വന്നപ്പോ നല്ല വിഷമത്തിൽ വരുന്നത്. ഞാൻ എന്താ പറ്റിയ ചോദിച്ചു. അത് മാർക്ക് കുറഞ്ഞതിന് ടീച്ചേഴ്സും അച്ഛനോ തോന്നുന്നു വന്നത് വഴക്ക് പറഞ്ഞു. അപ്പൊ എനിക്കത് കേട്ടപ്പോ ഭയങ്കര വിഷമമായി. ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ, മകളെ ക്രിസ്മസ് എക്സാമിന്റെ മാർക്ക് നിങ്ങളോട് ആരും ഇനി അങ്ങോട്ടുള്ള ജേർണിയിൽ നിങ്ങളോട് ചോദിക്കാൻ പോകുന്നില്ല. ഓണത്തിന്റെ മാർക്ക് നിങ്ങളോട് ആരും ചോദിക്കാൻ പോകുന്നില്ല. ആനുവൽ എക്സാമിന്റെ മാർക്ക് ആയിരിക്കും. അത് ഏത് ക്ലാസ് ആയാലും നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കുക. ഇപ്പൊ 8ാം ക്ലാസ് ആണെങ്കിൽ നിങ്ങൾ 9ലേക്ക് പോകുമ്പോൾ 8ലെ മാർക്കാ നോക്കുക. 9ലാണെങ്കിൽ 10ലെ മാർക്ക്, 10ലേക്ക് പോകുമ്പോൾ 9ലെ മാർക്ക് നിങ്ങളോട് നോക്കും. എല്ലാം അങ്ങനെയല്ലേ. 10ാം ക്ലാസ് ജയിച്ചു കഴിഞ്ഞാലും +1ലേക്ക് കയറുമ്പോൾ SLC-ലെ മാർക്കാണ് ആനുവൽ എക്സാം ചോദിക്കുക. പേടിക്കേണ്ടെന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പം കുറെ പേര് അങ്ങനെ ഉണ്ട് നമ്മുടെ ചുറ്റുമായിട്ട്, നമ്മൾ കാണുന്ന മക്കൾ അങ്ങനെ ഉണ്ട് എന്നാണ്. അത് ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടായ ഒരു മാറ്റമാണ്. ടെക്സ്റ്റ് ബുക്ക് മാറി, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പാറ്റേണും രണ്ടും ഒരുമിച്ച് മാറിയപ്പോൾ കുട്ടികൾ വല്ലാത്ത ഒരു പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് അല്ലെ. പക്ഷെ നമ്മൾ ഈ പ്രോബ്ലം ഉണ്ട്, എനിക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടായി, പാറ്റേൺ മാറി, പുസ്തകം മാറി എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ തന്നെ ഇരിക്കത്തേ ഉണ്ടാവുള്ളൂ. എന്താണ് സാർ ഇതിലൊരു സൊല്യൂഷൻ എന്ന് പറയാൻ? പഠിക്കണം, അത്രേ ഉള്ളൂ. മാക്സിമം ഇനിയുള്ള സമയത്തെങ്കിലും നിങ്ങൾ ചാപ്റ്റർ പെൻഡിങ് ആക്കി വെക്കാതിരിക്കുക. അതായത് ഇപ്പൊ ഒരുപാട് ചാപ്റ്റേഴ്സ്, ഇപ്പം ഫോർ എക്സാമ്പിൾ എന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഞാൻ സോഷ്യൽ പഠിപ്പിക്കുന്നത്, എനിക്കറിയാം എത്രത്തോളം ചാപ്റ്റേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നിങ്ങൾ ഒരു ചാപ്റ്റർ അവിടെ ഒരു ദിവസം പഠിക്കാണ്ട് ഇടുകയാണെങ്കിൽ അപ്പൊ അതിൻ്റെതായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാവും. ഇപ്പൊ ഒരാഴ്ചയിൽ നിങ്ങൾ ഇത്ര ഒരു ടൈം ടേബിൾ വെച്ച് ഇത്ര പാഠം, അതിപ്പോ സോഷ്യൽ ആയിക്കോട്ടെ, ഹിന്ദി ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, എല്ലാ വിഷയങ്ങൾക്കും നിങ്ങൾ കൃത്യമായിട്ടൊരു ടൈം ടേബിൾ ഉണ്ടാക്കി പഠിക്കുക എന്നുള്ളത് അവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇനിയുള്ള സമയത്ത് പ്രത്യേകിച്ച് 80 മാർക്കിന്റെ പരീക്ഷകളൊക്കെ ഇംഗ്ലീഷ്, മാത്സ്, അതുപോലെ തന്നെ സോഷ്യൽ സയൻസ് ഒക്കെ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലൊക്കെ 80 മാർക്കിന്റെ പരീക്ഷയാണല്ലേ. അങ്ങനെയുള്ള സബ്ജക്റ്റുകളൊക്കെ എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും നിങ്ങൾ കൂടുതൽ സമയം അതിന് വേണ്ടിയിട്ട് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. പിന്നെ പൊതുവെ ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റുകളാണ് ഹിന്ദി പോലെയുള്ള സബ്ജക്റ്റുകളൊക്കെ അല്ലെ. ഒരു അന്യഭാഷയാണ്, നമുക്ക് പരിചയമില്ലാത്ത ഭാഷയാണ്. അതിൻ്റെതായ ബുദ്ധിമുട്ട് ഹിന്ദിക്ക് പോലെയുള്ള സബ്ജക്റ്റുകളൊക്കെ വരും. അപ്പോൾ അതൊക്കെ ടാക്കിൾ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം, നേരെ നമ്മൾ പ്രിപ്പയർ ആയിട്ടിരിക്കണം. ഇപ്പോ ക്രിസ്മസ് എക്സാമിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് വളരെ കുറച്ച് ചാപ്റ്റേഴ്സ് ആണുള്ളത്. അതുപോലെ തന്നെ ഫസ്റ്റ് ടൈമിലാണെങ്കിലും അങ്ങനെ തന്നെയായിരുന്നു. ഓണത്തിന് ഇപ്പൊ 3-4 ചാപ്റ്റർ, ക്രിസ്മസിന് 3-4 ചാപ്റ്റർ, അത്രേ ഉള്ളൂ പഠിക്കാൻ. പക്ഷെ ഇനി വരാൻ പോകുന്നത് അങ്ങനെയല്ല. ഇനി നമുക്ക് ആനുവൽ എക്സാമിന് നമുക്ക് എല്ലാ ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് നമുക്ക് എന്ത് ചെയ്യും, പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ടാവും. അപ്പോ എന്താണ് ഇപ്പോ നമുക്ക് നിലവിൽ ഇവരോട്, ഈ കുട്ടികളോട്, ഇങ്ങനെ ആശയക്കുഴപ്പത്തിൽ ഇരിക്കുന്ന കുട്ടികളോട് എന്ത് പറയാം? അപ്പം ഞാനാണ് അവരുടെ സ്ഥാനത്തേക്ക് ഞാൻ ഇങ്ങനെ ചിന്തിക്കുക. അതായത് എല്ലാം കൂടെ ഒന്ന് ഒരൊറ്റ അടിക്ക് എനിക്ക് ചെറിയൊരു ക്യാപ്സൂൾ രൂപത്തിൽ കിട്ടുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും ഞാൻ ചിന്തിക്കും. ഉദാഹരണത്തിന് പണ്ട് ഞാനും ഉഴപ്പിയിട്ട് തന്നെയാണ് ഈ ഒരു ലെവലിൽ എത്തിയെങ്കിൽ പോലും ആ ഒരു ടൈമിൽ ഞാൻ കുറച്ചൊക്കെ പഠിച്ചുകൊണ്ടാണെങ്കിൽ മാർക്ക് കിട്ടിയത് പിന്നെ വന്നത്. എനിവേ ആ ഒരു ടൈമിൽ ഞാൻ ചിന്തിക്കുന്ന രീതി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് ഇപ്പോൾ 2-2.5 മണിക്കൂറിൽ ഒരു വൺ ഷോട്ട് ലൈവിലേക്ക് ആയിരിക്കും ഞങ്ങൾ പോകുന്നുണ്ടാവും നിങ്ങൾക്ക് യൂട്യൂബിലും കാര്യത്തിലേക്ക് അയച്ച്. അപ്പൊ അതിനൊന്ന് ചെറുതാക്കിയിട്ട് ഒന്ന് അടിച്ചു വരുത്തിയിട്ട് ഒരു കണ്ടന്റ് പോലും ചോരാത്ത രീതിയിൽ ഒരു 45-50 ഒരു 1 അവറിനുള്ളിൽ കിട്ടുന്ന രീതിയിൽ കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവും എന്ന് ഞാൻ ചിന്തിക്കും. നോർമലി ഞാൻ ചിന്തിക്കും ഒരു 2x ഇട്ട് കാണുമ്പോഴും ആ സാധനം വ്യക്തമായിട്ടുള്ള ഒരു സംഭവത്തിൽ ചെറിയൊരു സമയത്തിനുള്ളിൽ കിട്ടിയാൽ നല്ലതായിരിക്കും ഞാൻ ചിന്തിക്കും. നോട്ടും അതുപോലെ തന്നെ കിട്ടിയാൽ നന്നായിരിക്കും ചിന്തിക്കും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം നമ്മളെ ഭാഗത്ത് നിന്ന് അവർക്ക് കൊടുക്കാൻ സാറിന് നീ പറയണ്ടോ? തീർച്ചയായിട്ടും ഇപ്പോ നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത് റിവിഷൻ ആണ്. കാരണം നമുക്ക് പുതിയതായിട്ട് ചാപ്റ്റേഴ്സ് ഒന്നും കൂടുതലൊന്നും പഠിക്കാനില്ല. തീർച്ചയായിട്ടും നിങ്ങൾ റിവൈസ് ചെയ്യണം എല്ലാ ചാപ്റ്ററും. ആദ്യത്തെ ചാപ്റ്റർ മുതൽ പ്രോപ്പർ ആയിട്ട് നിങ്ങൾ റിവൈസ് ചെയ്യുകയാണെങ്കിൽ ആനുവൽ എക്സാമിന് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഫുൾ മാർക്കിനെ നേടാൻ വേണ്ടി പറ്റും. അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനാണ് നമ്മൾ ഓരോ ക്ലാസ്സിലും റിവിഷൻ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ റിവിഷൻ ബാച്ച് ഇവർക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? സാർ ഉദ്ദേശിച്ച ക്രാഷ് ബാച്ചിന്റെ കാര്യമായിരിക്കും ഉദ്ദേശിച്ചത്. അപ്പൊ ക്രാഷ് ബാച്ചിന് ആക്ച്വലി ഓരോ ക്ലാസ്സിലും ഡിഫറെന്റ് ആയിട്ടുള്ള പ്രൈസസ് ഉണ്ട്. ഇത്രയും നിങ്ങൾ ചെയ്താൽ മതി. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഷമീം സാർ 8ാം ക്ലാസ് പഠിക്കുന്ന ഒരാളെന്ന് ഇരിക്കുക,
ഷെമീം സാറിന് 9ാം ക്ലാസ്സിലെ ആൽഫ ബാച്ച് എന്ന് പറഞ്ഞ ബാച്ച് ഉണ്ട് നമുക്ക്. ആ ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 8ാം ക്ലാസ്സിലെ ക്രാഷ് ബാച്ച് സാറിന് ഫ്രീ. അതായത് നെക്സ്റ്റ് ഇയർ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ക്രാഷ് ബാച്ച് ഫ്രീ ആയിട്ട് കിട്ടുന്നുള്ള അല്ലെ. അത് നമ്മൾ ചെയ്യേണ്ടത് ഒന്നുമില്ല, താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ പലർക്കും എന്താ സംശയങ്ങൾ ഉണ്ടാവും, ഈ ഓൺലൈൻ ബാച്ച് ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും. ഓൺലൈനിൽ കേൾക്കുമ്പോൾ പാരന്റ്സിന് പൊതുവെ ഈ മൊബൈലില് ഇങ്ങനെ ഇരുന്ന് പോവുക, ഡിസ്ട്രാക്ഷൻസ് വരിക, അങ്ങനെയൊക്കെ ഒരുപാട് ചിന്തകൾ ഉണ്ടാവും. അപ്പോ അവരോട് എന്താണ് സാറിന് പറയാനുള്ളത്? ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നിങ്ങൾക്ക് ഒരു ടീച്ചർ നിങ്ങളെ ഫ്രണ്ടിൽ ഇരുന്ന് പഠിപ്പിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുന്നതിന്റെ ബേസിക് നിങ്ങളെ ഓൺലൈൻ ക്ലാസ് കണ്ടിട്ടാണ് കിട്ടുന്നത്, നിങ്ങൾ പറഞ്ഞു ഓക്കെ ഫൈൻ കാര്യം. ഇതിപ്പോ നിങ്ങൾക്ക് അത് ഫിസിക്കലായിട്ട് നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും കണ്ടന്റ് കിട്ടിക്കഴിഞ്ഞാൽ കണ്ടന്റ് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു സബ്ജക്റ്റും ഏതൊരു വിഷയം നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാവുന്ന കേസേ ഉള്ളൂ. അപ്പോൾ ഓൺലൈൻ എന്നുകൊണ്ട് മാത്രം നിങ്ങൾ ഹെസിറ്റേറ്റഡ് ആയിട്ട് നിൽക്കേണ്ട കാര്യമില്ല. ജോയിൻ ചെയ്തോളൂ മക്കൾ, അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ് നിങ്ങൾക്ക് തന്നെ അറിയാം. യൂട്യൂബ് ക്ലാസ് കാണുമ്പോൾ നിങ്ങൾക്ക് അത് കിട്ടാറുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ കുറച്ചും കൂടി ഒരു അപ്പൊ പിന്നെ ഇനി അതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ, അതായത് നോട്ടിന്റെ കാര്യത്തിലോ ക്ലാസിന്റെ കാര്യത്തിലോ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് കംപ്ലീറ്റ് കൺഫ്യൂഷൻസ് നിങ്ങൾ തീർക്കുക. ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തുന്ന രീതിയിലാവില്ല നമ്മുടെ ഓരോ ബാച്ചുകൾ ഉണ്ടാവുന്നുണ്ടാവുക. അപ്പൊ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, എല്ലാവരും നമ്മുടെ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യുക. ഇനി വരാൻ പോകുന്ന ആനുവൽ എക്സാമിൽ നമുക്ക് ഫുൾ മാർക്കോട് കൂടി തന്നെ എന്ത് ചെയ്യണം, സെറ്റ് ആകണം.